ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ പത്മകുമാറിനെതിരെ CPIM നടപടിയില്ല. എന്നാൽ പാർട്ടി വിശ്വസിച്ച് ചുമതലയേൽപ്പിച്ചവർ നീതി പുലർത്തിയില്ല എന്ന് യോഗത്തിൽ പങ്കെടുത്ത CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തുറന്നടിച്ചു. സ്വർണ്ണക്കൊള്ളയിൽ പാർട്ടിയിൽ ആർക്കെങ്കിലും പങ്കുണ്ടെങ്കിൽ കർശനമായ നടപടി എടുക്കുമെന്ന് യോഗത്തിന് ശേഷം MV ഗോവിന്ദൻ പ്രതികരിച്ചു. ശബരിമലയിൽ നഷ്ടപ്പെട്ട ഒരു തരി സ്വർണം നഷ്ടപ്പെട്ടുകൂടാ. അത് മുഴുവൻ തിരിച്ചു പിടിക്കണം. ആരാണോ കുറ്റക്കാർ അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കണം. ആർക്കും ഒരു സംരക്ഷണവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ നൽകുന്ന പ്രശ്നമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് പ്രതിനിധികളാക്കപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലായാൽ ആവശ്യമായ സംഘടനാ നടപടിയും നിലപാടുകളും പാർട്ടി സ്വീകരിക്കും. അതിൽ ഒരു വിട്ടുവീഴ്ചയും പാർട്ടി ചെയ്യുമെന്ന് ധരിക്കേണ്ടിയില്ല. AV ജയശങ്കർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ജയശങ്കർ, പത്മകുമാർ അറസ്റ്റിലായിട്ടുണ്ട്, പക്ഷേ സംഘടനാ നടപടി സ്വീകരിക്കുന്നില്ല. പാർട്ടി അതിന് മടിക്കുന്നത് ഭയം കൊണ്ടാണ്. കൂടുതൽ പേരുകൾ പത്മകുമാർ പറയും എന്നുള്ള ഭയം കൊണ്ടാണ് എന്ന വിമർശനം പ്രതിപക്ഷം അതിശക്തമായി ഉയർത്തുന്ന ഒരു ഘട്ടമാണ്. അതിനിടയിൽ വിഷയം എങ്ങനെയാണ് CPIMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ചർച്ചയാകുന്നത്? സെക്രട്ടറി സ്വീകരിച്ച സമീപനം, അംഗങ്ങൾ ഉയർത്തിയ വിമർശനം. ജയശങ്കർ. റിജിത്ത്, ഇന്ന് ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാനാണ് MV ഗോവിന്ദന്റെ നേതൃത്വത്തിൽ ജില്ലാ നേതൃയോഗം ചേർന്നത്. ഈ നേതൃയോഗത്തിൽ ഈ പത്മകുമാറുമായി ബന്ധപ്പെട്ട വിഷയം നേരിട്ട് ഒരു തലത്തിലും ആരും ഉന്നയിച്ചില്ല എന്നാണ് നമുക്ക് അവിടെ നിന്ന് ലഭ്യമാവുന്ന വിഷയം. ഒപ്പം തന്നെ MV ഗോവിന്ദൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ ആഴ്ച നടന്നിരുന്നു. ആ ഘട്ടത്തിൽ പറഞ്ഞ അതേ നിലപാട് വീണ്ടും ആവർത്തിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതായത് അയ്യപ്പന്റെ ഒരു തരി സ്വർണം പോലും നഷ്ടമായില്ല. ഏതെങ്കിലും തരത്തിൽ പാർട്ടിയുടെ ആർക്കെങ്കിലും ഈ കാര്യത്തിൽ ബന്ധമുണ്ടെന്ന് തെളിഞ്ഞാൽ ആ ഘട്ടത്തിൽ കർശനമായ നടപടിയുമായി പാർട്ടി മുന്നോട്ട് പോകുമെന്നാണ് MV ഗോവിന്ദൻ ഇന്ന് വീണ്ടും ആവർത്തിക്കുന്നത്. റിജിത്ത്, നമ്മൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം കഴിഞ്ഞ സെക്രട്ടേറിയറ്റിന് ശേഷം പറഞ്ഞ അതേ നിലപാട് ഇന്ന് പത്തനംതിട്ടയിൽ MV ഗോവിന്ദൻ വീണ്ടും ആവർത്തിക്കുകയാണ്. കേവലം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിൽ പാർട്ടി ഒരു നടപടിയിലേക്ക് പോകുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. കുറ്റപത്രം ഉൾപ്പെടെ സമർപ്പിക്കപ്പെട്ട ശേഷം പത്മകുമാർ കുറ്റക്കാരനാണെന്ന് തെളിയുകയാണെങ്കിൽ മാത്രമേ നടപടി ഉണ്ടാകൂ എന്നാണ് MV ഗോവിന്ദൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇന്ന് ആവർത്തിച്ചത്. ഒപ്പം തന്നെ ഈ ജില്ലാ നേതൃയോഗത്തിൽ വലിയൊരു വിമർശനം MV ഗോവിന്ദൻ ഉന്നയിക്കുകയും ചെയ്തു. വിശ്വസിപ്പിച്ച് കാര്യങ്ങൾ ഏൽപ്പിച്ച ആളുകൾ അവർ വഞ്ചിച്ചു എന്ന തലത്തിലൊരു, ഇല്ലെങ്കിൽ അവർ ആ വിശ്വാസം കാത്തില്ല എന്ന തലത്തിൽ MV ഗോവിന്ദൻ ഒരു വിമർശനം ഈ യോഗത്തിൽ ഉന്നയിച്ചു. ഈ വാസുവിനെയും ഒപ്പം തന്നെ പത്മകുമാറിനെയൊക്കെ പരോക്ഷമായി പറയുന്ന രീതിയിലാണ് അത്തരത്തിലൊരു വിമർശനം എന്തായാലും ഉന്നയിച്ചിരിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ ഈ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം ഉൾപ്പെടെ സമർപ്പിക്കുന്ന ഘട്ടത്തിലായിരിക്കും ഒരുപക്ഷെ CPM ഈ വിഷയത്തിൽ കുറച്ചുകൂടി സംഘടന തിരഞ്ഞെടുപ്പ് ഒരുക്കത്തിലാണ്. ആ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ നേതൃയോഗം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.